നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കണ്ടത്. മറ്റൊരു വാർത്ത എത്തുന്നത് KSU ക്യാമ്പിലെ സംഘർഷം എല്ലാവരും കണ്ടതാണ്. അതേ തുടർന്നുള്ള നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ കൈമാറിയ 4 നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകുന്നത്. നിതിൻ, KSU ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ സംഘർഷം ഉണ്ടായതിനാണോ നടപടി ഉണ്ടായിരിക്കുന്നതോ ആ ദൃശ്യങ്ങൾ കൈമാറിയതിനാണോ? വിജി, കഴിഞ്ഞ ദിവസമാണ് KSUവിൻ്റെ തെക്കൻ മേഖലയിലെ ഭാരവാഹികൾക്ക്, ജില്ലാ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള നെയ്യാർ ഡാമിൽ നടക്കുന്ന ക്യാമ്പിനിടെ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു. NSU ദേശീയ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് 2 പേർക്കെതിരായ നടപടി ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അനന്തകൃഷ്ണൻ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഏഞ്ചല ജോർജ് എന്നീ നേതാക്കളെ അതാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് സസ്പെൻഡ് ചെയ്തത്. ക്യാമ്പിനകത്ത് സംഘർഷമുണ്ടാക്കിയതിന് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ജെറിൻ ആര്യനാണ്, അതോടൊപ്പം തന്നെ അല്ലമീൻ അഷ്റഫ്, തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് KSUവിൻ്റെ. ഈ 2 പേരെ സംഘർഷമുണ്ടാക്കിയതിനും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. NSU ദേശീയ നേതൃത്വമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ KPCC 3 അംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. KPCC അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വളരെ തിടുക്കപ്പെട്ട് ഒരു നടപടിയിലേക്ക് NSU ദേശീയ നേതൃത്വം കടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കർശന നടപടികൾ എടുക്കണമെന്ന ഒരു തീരുമാനത്തിലായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരനുള്ളത്. എന്നാൽ വലിയ ഒരു അച്ചടക്ക നടപടി അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളെ പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി വേണ്ടെന്ന ഒരു നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവിനുള്ളത്. ഈ പാർട്ടിക്കകത്ത് ഇത് വലിയൊരു വിമർശനങ്ങൾക്കും വഴിവെക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും KPCCയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് NSU നേതൃത്വം ഇപ്പോൾ 4 പേരെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഫിജി, ശരി നിതിൻ, KSU ക്യാമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട 2 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനും 2 പേരെ, അങ്ങനെ മൊത്തത്തിൽ 4 നേതാക്കളെയാണ് ഇപ്പോൾ KSU സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം ലഭ്യമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം വടകരയിൽ ആഹ്ലാദ പ്രകടനത്തിന് നിയന്ത്രണം. കണ്ണൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ വടകരയിലെ കോഴിക്കോട് റൂറൽ SP ആസ്ഥാനത്ത് നടന്ന